Module 2, Physical Vapor Deposition. So these are the previous year questions. Physical Vapor Deposition, that is PVD. The PVD എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ടാകും. ആ മെറ്റീരിയലിനെ വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ വേപ്പർ ആയിക്കഴിഞ്ഞാൽ ആ വേപ്പറിനെ റിക്വയർഡ് സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറയും. മെയിൻലി 4 കാറ്റഗറീസ് ഉണ്ട്: ഇവാപ്പറേഷൻ, സ്പട്ടറിങ്, അയൺ പ്ലേറ്റിംഗ് ആൻഡ് ലേസർ അബ്ലേഷൻ. അതിൽ ഫസ്റ്റ് 3 മെത്തേഡ് ഇവാപ്പറേഷൻ, സ്പട്ടറിങ് ആൻഡ് അയൺ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ലോ പ്രഷർ പ്രോസസ്സാണ്. ഫസ്റ്റ് വൺ, ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലിനെ വേപ്പറൈസ് ചെയ്യുന്നു, അതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇവാപ്പറേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഒരു ബെൽ ജാറിലാണ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഒരു ബെൽ ഷേപ്ഡ് ജാറിലാണ്. ഇവിടെ ഒരു ക്രൂസിബിൾ ഉണ്ടാകും. ആ ക്രൂസിബിളിലാണ് നമ്മൾ മെറ്റീരിയൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഏത് മെറ്റീരിയലിനെയാണോ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അതിന് ഈ ഒരു ക്രൂസിബിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. ദെൻ ക്രൂസിബിളിനെ നമുക്ക് ഹീറ്റ് ചെയ്യണം. ഇറ്റ് ക്യാൻ ബി either resistance heating method or by electron gun method. ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഈ ക്രൂസിബിളിനെ നമുക്ക് ഹീറ്റ് ചെയ്യാം. വൺസ് റിക്വയർഡ് വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിക്വയർഡ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ വേപ്പറൈസ്ഡ് ആകും. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വേപ്പറൈസ്ഡ് ആകും. സോ ആ വേപ്പറിനെ ഒരു സബ്സ്ട്രേറ്റ് ഈ ഒരു പ്ലേസിലാണ് വെച്ചിട്ടുണ്ടാവുക. ഈ ഒരു സബ്സ്ട്രേറ്റിലേക്ക് ആ വേപ്പറിനെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുക. സോ ഇവിടെ സബ്സ്ട്രേറ്റ് ഹോൾഡ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. സബ്സ്ട്രേറ്റ് ഹോൾഡറിന് ഒരു ആരോ മാർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മീൻസ് യൂണിഫോം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമുക്ക് ഈ ഒരു സബ്സ്ട്രേറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. അതിനാണ് ഇവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്, ഒരു റൊട്ടേറ്റിംഗ് ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. ദെൻ 2 മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ക്രൂസിബിളിനെ ഹീറ്റ് ചെയ്യാൻ either റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗൺ മെത്തേഡ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡിൽ ക്രൂസിബിളിന് അറൗണ്ട് നമ്മളൊരു റെസിസ്റ്റൻസ് വയർ റാപ്പ് ചെയ്യും. ദെൻ അതിനെ ഹീറ്റ് ചെയ്യും, കറണ്ട് അപ്ലൈ ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്യും. വൺസ് ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ക്രൂസിബിൾ റിക്വയർഡ് ഹീറ്റിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ വേപ്പറൈസ്ഡ് ആകും. സോ നമ്മൾ ഈ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന ബെൽ ജാറിൽ എപ്പോഴും ഹൈ വാക്വമാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹൈ വാക്വം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സ്കാറ്ററിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സ്കാറ്ററിങ് ഏജൻറ്റ്സ് കുറവാണെങ്കിൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് കൂടുതലാണ്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഇല്ലാതെ ഒരു പാർട്ടിക്കിളിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. സോ സ്കാറ്ററിങ് ഏജൻറ്റ്സ് കുറവാണെങ്കിൽ കൊളീഷനൊന്നും ഉണ്ടാവില്ല. താഴെ ഇവാപ്പറേറ്റ് ചെയ്ത് വരുന്ന മെറ്റീരിയലിന് ഡയറക്റ്റ് പോയി സബ്സ്ട്രേറ്റിൽ ചെന്ന് ഡെപ്പോസിറ്റഡ് ആകാം. സോ ഇവിടെ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡിൽ നമുക്ക് റേറ്റ് ഓഫ് ഡെപ്പോസിഷൻ കൺട്രോൾ ചെയ്യാൻ ഫിലമെൻറ്റ് ആ ഒരു ക്രൂസിബിളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേറ്റ് ഓഫ് ഡെപ്പോസിഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ദെൻ സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗൺ മെത്തേഡ്. സോ ഇലക്ട്രോൺ ഗൺ മെത്തേഡിൽ നമ്മളൊരു ഇലക്ട്രോൺ ഗൺ വെച്ചിട്ട് ഇലക്ട്രോൺ ബീം ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഹൈ എനർജിയുള്ള നിയർലി 10 കിലോ ഇലക്ട്രോൺ വോൾട്ടുള്ള ഇലക്ട്രോൺ ബീംസ് ഫോം ചെയ്യും. സോ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ബീം ഫോം ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺ ബീമിനെ മാഗ്നറ്റിക് ലെൻസ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്ത് നേരെ നമുക്ക് ഏത് മെറ്റീരിയലിനെയാണോ ഇവാപ്പറേറ്റ് ചെയ്യേണ്ടത് ആ മെറ്റീരിയലിലേക്ക് ഫോക്കസ് ചെയ്യിക്കും. ആസ് എ റിസൾട്ട് ആ ഒരു ഇലക്ട്രോൺ ബീമിൻ്റെ എനർജി കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇവാപ്പറേറ്റ് ചെയ്യും. സോ ഇവിടെയും ആ ഒരു ഇലക്ട്രോൺ ബീം ചേംബറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് വന്ന് മെറ്റീരിയലിലേക്ക് ഫോളോ ചെയ്യുകയാണ്. ഇലക്ട്രോൺ ഗൺ മെത്തേഡിലും ഇമ്പ്യൂരിറ്റീസ്, ഈ നമ്മൾ ഈ തിൻ ഫിലിം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് കുറവാണ്. ബിക്കോസ് ചേംബറായിട്ടൊന്നും ആ ഇലക്ട്രോൺ ബീം ഇൻട്രാക്ട് ചെയ്യുന്നില്ല. സോ ഇമ്പ്യൂരിറ്റീസ് ഓൺ ദി newly formed layer will be very less, and some of the advantages are unlimited supply of evaporating material. We can use non-conductive as well as high melting material, but some of the disadvantages are there will be radiation defects in the layer. Second method is sputtering. Sputtering എന്ന് പറയുമ്പോൾ 2 മെറ്റീരിയൽ അവിടെ വരും. ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാകും, ഒരു ടാർജറ്റ് ഉണ്ടാകും, ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ടാകും. മെയിൻലി നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇനേർട്ടായിട്ടുള്ള ഗ്യാസാണ് യൂസ് ചെയ്യുക. യൂഷ്വലി ആർഗൺ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആറ്റം വന്നിട്ട് ടാർജറ്റിൽ സ്ട്രൈക്ക് ചെയ്യും. അയണൈസ്ഡ് ഫോമിലുള്ള ആറ്റം ടാർജറ്റിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈ എനർജി ആറ്റം വന്ന്
ഒരു മെറ്റീരിയലിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിലെ സർഫേസിൽ നിന്ന് കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് ആറ്റം റിലീസ്ഡ് ആകും. ഈ റിലീസ്ഡ് ആയിട്ടുള്ള ആറ്റം നേരെ സബ്സ്ട്രേറ്റിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പട്ടറിങ് എന്ന് പറയാം. മെയിൻലി 2 ടൈപ്സ് ഉണ്ട്: ഗ്ലോ ഡിസ്ചാർജ് ഓർ DC sputtering, high frequency discharge or RF sputtering. Glow discharge or DC sputtering, which is the simplest form of sputtering method. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് DC വോൾട്ടേജ് ആണ്. സോ നെഗറ്റീവ് DC വോൾട്ടേജ് ആണ് യൂസ് ചെയ്യുന്നത്. -500 to -5000 വോൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നൗ ദ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഹോൾഡറിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ആസ് വെൽ ആസ് ഈ ഒരു ചേംബറിനെയും ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ടാർജറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ആക്ട് ആസ് കാഥോഡ്. ദെൻ ഈ ഒരു ചേംബറിൻ്റെ അകത്ത് ആർഗൺ ഗ്യാസ്, ദാറ്റ് ഈസ് ഇനേർട്ട് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നിയർലി അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 100 MPa ആണ്. എപ്പോഴും DC സ്പട്ടറിങ്ങിൽ നമുക്ക് വേണ്ടത് കണ്ടക്റ്റിംഗ് ടാർജറ്റാണ്. എപ്പോഴും നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കണ്ടക്റ്റിംഗ് ടൈപ്പ് ടാർജറ്റാണ്. നൗ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. സോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആർഗൺ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അയോൺസും ഉണ്ടാകും, ഇലക്ട്രോൺസും ഉണ്ടാകും. സോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ അയോൺസും ഇലക്ട്രോൺസും എനർജി ഗെയിൻ ചെയ്യുന്നുണ്ടാകും. അത് ഹൈ എനർജിയിൽ മൂവ് ചെയ്ത് ടാർജറ്റിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാകും. അവിടെ നിന്ന് അതേപോലെ തന്നെ സെക്കൻഡറി ഇലക്ട്രോൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാകും. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു കറണ്ട് ഫ്ലോ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദസ് ഒരു ഗ്ലോ ഡിസ്ചാർജ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ആർഗൺ ഗ്യാസ് കാരണം അതിൻ്റെ അകത്തൊരു ഗ്ലോ ഡിസ്ചാർജ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഗ്ലോ ഡിസ്ചാർജ്, ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ പ്ലാസ്മ എന്ന് പറയുമ്പോൾ അവിടെ അയോൺസും ഉണ്ടാകും, അതുപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും ഉണ്ടാകും. സോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അയേൺസ് എന്ന് പറയുന്നത് അയേൺസ് നേരെ ടാർജറ്റിലേക്ക് ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. അയേൺസ് ടാർജറ്റിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. ആസ് എ റിസൾട്ട് ടാർജറ്റിലുള്ള ആറ്റം അല്ലെങ്കിൽ കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് ആറ്റം റിലീസ് ചെയ്യും. സോ അതാണ് ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ടാർജറ്റിലുള്ള സർഫസ് ആറ്റംസ് എല്ലാം റിലീസ് ചെയ്യും. സോ അങ്ങനെ റിലീസ് ചെയ്യുന്ന ആറ്റത്തിന് നേരെ സബ്സ്ട്രേറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യിക്കും. സോ ഈ ഒരു പ്രോസസ്സാണ് DC സ്പട്ടറിങ്ങിൽ നടക്കുക. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോ വരും, ഒരു ഗ്ലോ ഡിസ്ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാകും. അയേൺസ് ടാർജറ്റിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്ത് അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആറ്റത്തിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് വരുന്ന ആറ്റം നേരെ സബ്സ്ട്രേറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യിക്കും. സോ ഇവിടെ ഫോം ചെയ്യുന്ന ഫിലിം എന്ന് പറയുന്നത് ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള അഡ്ഹസീവ് സ്ട്രെങ്ത് ഉള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു തിൻ ഫിലിം ആയിരിക്കും ഈ ഒരു മെത്തേഡിൽ ഫോം ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വി ക്യാൻ കൺട്രോൾ ദി ഫിലിം തിക്നെസ് ടു. ദെൻ ഹൈ ഫ്രീക്വൻസി ഡിസ്ചാർജ് ഓർ RF സ്പട്ടറിങ്. സോ DC സ്പട്ടറിങ് പറഞ്ഞപ്പോൾ പറഞ്ഞു എപ്പോഴും ഒരു കണ്ടക്റ്റിംഗ് ടൈപ്പ് ടാർജറ്റ് വേണമെന്ന് പറഞ്ഞു. ഇൻസുലേറ്റിംഗ് ടൈപ്പ് ടാർജറ്റ് നമുക്ക് അവിടെ DC സ്പട്ടറിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എപ്പോഴും പോസിറ്റീവ് അയോൺസ് ടാർജറ്റിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതിനാണെങ്കിൽ പോസിറ്റീവ് അയോൺസ് ടാർജറ്റിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്ത് അതവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് പിന്നെ ആ ഒരു സ്പട്ടറിങ് പ്രോസസ്സിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇൻസുലേറ്റിംഗ് ടാർജറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ്, ഈ ഒരു ചാർജ് ഡെപ്പോസിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി DC വോൾട്ടേജിന് നമ്മൾ RF വോൾട്ടേജ് വെച്ച് റീപ്ലേസ് ചെയ്യും. സോ ഒരു പ്ലാസ്മ പ്രോസസ്സിങ്ങിന് വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ് 13.56 MHz എന്ന് പറയുന്നത്. അപ്പോൾ RF വോൾട്ടേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് വരും. സോ വൺസ് പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് അയോൺസ് വന്ന് ടാർജറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് പകരം ഇലക്ട്രോൺസ് വന്ന് സ്ട്രൈക്ക് ചെയ്ത് ആ ഒരു ചാർജ് ഡെപ്പോസിറ്റ് ചെയ്ത ചാർജ് ലെയറിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതിന് വേണ്ടിയാണ് നമ്മൾ RF വോൾട്ടേജ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റർ കറണ്ട് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ബാക്ക് കറണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. RF സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്. ടാർജറ്റ് എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ടൈപ്പ് ടാർജറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. താഴെയായിട്ട് സബ്സ്ട്രേറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇതൊരു ചേംബറിൻ്റെ അകത്താണ് ഈ ഒരു പ്രോസസ്സ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഒരു ചേംബറിൻ്റെ അകത്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാകും. RF സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇലക്ട്രോൺസ് ആണ് ടാർജറ്റിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത്. ആസ് എ റിസൾട്ട് ഹൈ എനർജിയിൽ ഇലക്ട്രോൺ വന്ന് ടാർജറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, അതിന് ചാർജ് ചെയ്യുന്നു. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞ ഉടനെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇലക്ട്രോൺസ് ടാർജറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ആ ഒരു വർക്ക് ഫംഗ്ഷൻ കാരണം അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് മീൻസ്
ഇലക്ട്രോൺ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ഈ ഒരു ചാർജ് ഡെപ്പോസിഷൻ കാരണം നിയർലി 1000 വോൾട്ട് വരെ അവിടെ ഡെവലപ്പ് ചെയ്യും. ദെൻ നെഗറ്റീവ് ഫേസ് ആയതുകൊണ്ട് തന്നെ ആർഗൺ അയേൺസ് ആയിരിക്കും വന്ന് ടാർജറ്റിൽ ഹിറ്റ് ചെയ്യുക. ആസ് എ റിസൾട്ട് അവിടെ സ്പട്ടറിങ് നടക്കും. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ RF വോൾട്ടേജ് കൊടുക്കുമ്പോൾ ബോത്ത് ടാർജറ്റ് സ്പട്ടറിങ്ങും നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ വേഫറും സ്പട്ടറിങ് ചെയ്യാം. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ്, ആ ഒരു വേഫർ സ്പട്ടറിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ യൂസ് ചെയ്യുന്ന ടാർജറ്റ് ഇലക്ട്രോഡിൻ്റെ ഏരിയ എപ്പോഴും സ്മോൾ ആയിരിക്കും. ടാർജറ്റ് ഏരിയ സ്മോൾ ആകുന്നു എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലായിരിക്കും. ആസ് എ റിസൾട്ട് കൂടുതൽ ആർഗൺ അയോൺസ് എപ്പോഴും ടാർജറ്റിലേക്കായിരിക്കും അട്രാക്റ്റഡ് ആവുക. ദാറ്റ് മീൻസ് എപ്പോഴും ടാർജറ്റിൽ മാത്രമായിരിക്കും സ്പട്ടറിങ് നടക്കുന്നുണ്ടാവുക. സോ ഈ ഒരു അല്ലെങ്കിൽ RF സ്പട്ടറിങ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്പട്ടറിങ് നടന്നുകൊണ്ടേയിരിക്കും. അയൺ പ്ലേറ്റിംഗ് മീൻസ് ഇവാപ്പറേഷൻ്റെയും ഗ്ലോ ഡിസ്ചാർജിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അയൺ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫിഗർ നോക്കുകയാണെങ്കിൽ സബ്സ്ട്രേറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റിലേക്ക് ഒരു നെഗറ്റീവ് DC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയാണ് നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത്. മീൻസ് ഈ ഒരു പോർഷനിലാണ് നമുക്ക് വേപ്പറൈസ് ചെയ്യേണ്ട മെറ്റീരിയൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ചേംബറിൻ്റെ അകത്ത് ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആസ് എ റിസൾട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യും. ദെൻ അയൺസ് വന്ന് സബ്സ്ട്രേറ്റിൽ സ്ട്രൈക്ക് ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ ഒരു സ്പട്ടറിങ് പ്രോസസ്സ് നടക്കും. ഈ ഒരു സ്പട്ടറിങ് പ്രോസസ്സ് വഴി മെയിൻലി ആ ഒരു സർഫസ് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുക. വേഫർ ക്ലീനിങ് ആണ് അവിടെ നടക്കുന്നത്. ആഫ്റ്റർ ഈ ഒരു സ്പട്ടറിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ഗണ്ണ് ഓൺ ചെയ്യും. ഇലക്ട്രോൺ ഗണ്ണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് മെറ്റീരിയലിനെ ഇവാപ്രേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗറിൽ ഇലക്ട്രോൺ ഗൺ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇവാപ്രേറ്റ് ചെയ്ത് ആ വേപ്പർ മുകളിലുള്ള സബ്സ്ട്രേറ്റിൽ ചെന്ന് ഡെപ്പോസിറ്റഡ് ആകും. So advantages means high energies of the vaporized atoms and therefore better adhesion. High energy vapors ആണ് ഫോം ചെയ്യുന്നത്, അതും ഹൈ എനർജിയിൽ വന്ന് സബ്സ്ട്രേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുകയാണ്. സോ ബെറ്റർ അഡ്ഹെഷൻ. ഡിസഡ്വാൻറ്റേജ് മീൻസ് heating of the substrate and plasma interactions with radiation sensitive layers such as Mohs oxides. Laser ablation means ലേസർ ബീം വെച്ചിട്ട് നമ്മൾ മെറ്റീരിയലിനെ ഇവാപ്രേറ്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് ഇവാപ്രേറ്റ് ചെയ്യേണ്ട മെറ്റീരിയലിനെ ടാർജറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഒരു സോളിഡ് റോ മെറ്റീരിയൽസ് ആണ്. അത് റൊട്ടേറ്റിംഗ് ടൈപ്പ് ടാർജറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ടാർജറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 1 revolution per second. സോ ഈ ഒരു ടാർജറ്റിലേക്കാണ് ഹൈ എനർജിയുള്ള ലേസർ ബീം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ലേസർ ബീം, ദാറ്റ് മീൻസ് ലേസർ ബീമിൻ്റെ പവർ ഡെൻസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ അബ്ലേഷൻ ത്രഷറിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് മെറ്റീരിയൽ ഇവാപ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു ഇവാപ്രേഷനെ നമ്മൾ എക്സ്പ്ലോസീവ് ഇവാപ്രേഷൻ എന്നാണ് പറയുക. ദാറ്റ് മീൻസ് അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫോം ചെയ്യുന്ന ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഹൈ എനർജിയുള്ള ഫ്രാഗ്മെൻറ്റ്സ് ആണ്. ആൻഡ് ഈ ഒരു വേപ്പറിനെ നമ്മൾ പ്ലൂം എന്ന് പറയും. മെറ്റീരിയൽ ഇവാപ്രേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു വേപ്പറിനെ പ്ലൂം എന്ന് പറയും. സോ ഈ പ്ലൂം നേരെ മുകളിലേക്ക് ചെന്ന് സബ്സ്ട്രേറ്റിൽ ഡെപ്പോസിറ്റഡ് ആകും. ദാറ്റ് മീൻസ് സബ്സ്ട്രേറ്റിൽ ഒരു തിൻ ഫിലിമായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും അറ്റ് എ റേറ്റ് ഓഫ് 0.07 നാനോമീറ്റർ പെർ ലേസർ പൾസ്. സോ ഈ ഒരു ഡെപ്പോസിഷനെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാറ്റലിസ്റ്റ് എല്ലാം യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ സബ്സ്ട്രേറ്റിനെ ഒന്ന് ഹീറ്റിംഗ് ടു എ ടെമ്പറേച്ചർ ഓഫ് 750 degrees Celsius. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഓക്സിജൻ അറ്റ് 50 പാസ്കൽ കൂടി ഈ ഒരു പ്രോസസ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിലും ഹൈ വാക്യൂം വേണം. ആ ഒരു ഹൈ വാക്യൂം ക്രിയേറ്റ് ചെയ്യാനാണ് ടെർബോ മോളിക്കുലാർ പമ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. സിഗ്നിഫിക്കൻസ് ഓഫ് റീഡ് സ്ക്രീൻ. റിഫ്ലക്ഷൻ high energy electron diffraction, that is RED, and it is mainly used for characterizing thin film during growth. RED system എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഗൺ വരും, ഫോട്ടോലുമിനസെൻറ്റ് ഡിറ്റക്ടർ സ്ക്രീൻ വരും. സോ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്ത് ഇലക്ട്രോൺ ബീം ഫോം ചെയ്യും. ഈ ഇലക്ട്രോൺ ബീം തിൻ ഫിലിമിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. ഫിലിമും ഇലക്ട്രോൺ ബീമും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് സർഫസിൽ തന്നെയാണ് കൂടുതലും ഇലക്ട്രോൺ ബീം വന്ന് സ്ട്രൈക്ക് ചെയ്യുക. സോ വൺസ് ഇലക്ട്രോൺ ബീം വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഡിഫ്രാക്റ്റ് ചെയ്യും. സോ ഈ ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്നതിന് നമ്മളൊരു സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യും. ആസ് എ റിസൾട്ട് സ്ക്രീനിൽ
നമുക്കൊരു പാറ്റേൺ കിട്ടും. സോ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ തിൻ ഫിലമിൻ്റെ സ്ട്രക്ചറിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ തിൻ ഫിലിം എങ്ങനെയാണോ ആ തിൻ ഫിലിമിൻ്റെ അതേപോലത്തെ ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ കിട്ടുക. സോ മെയിൻലി റീഡ് സ്ക്രീൻ എന്ന് പറയുന്നത് ആ ഒരു തിൻ ഫിലിം ഡെപ്പോസിറ്റ് ചെയ്യുന്ന തിൻ ഫിലമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ക്യാരക്ടറൈസേഷനും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.